നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹറം 10 ദിനത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിൽ അവിസ്മരണീയമായ വളരെ പ്രധാനപ്പെട്ട വലിയ സംഭവങ്ങൾ മുഹറം 10 ദിനത്തിൽ നടന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഈ മുഹറം 10 ദിനത്തിൽ നാം ചൊല്ലേണ്ട ആയത്തുകളും ദിക്റുകളും ദുആകളും ഈ വീഡിയോയുടെ അവസാനത്തിൽ നാം പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായി കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹറം 10 ദിനം വളരെ ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട ദിനമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ നമുക്ക് ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന ദിനമാണ്. മുഹറം 10 ദിനത്തിൽ നാം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. വലിയ പ്രാധാന്യമുള്ള നോമ്പാണ് മുഹറം 10 നോമ്പ് എന്ന് പറയുന്നത്. മുഹറം 10 ദിനത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വലിയ സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചതും ഈ മുഹറം 10 ദിനത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹത്തുക്കളായ പണ്ഡിതന്മാർ അവിടെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10 ദിനത്തിലാണെന്ന്. അതുപോലെ തന്നെ ഭൂമിയെ പടക്കാൻ ആരംഭിച്ചതും മുഹറം 10 ദിനത്തിലാണ്. മഴയെ പടച്ചത് മുഹറം 10 ദിനത്തിലാണ്. റിസ്ക് പടച്ചത് മുഹറം 10 ദിനത്തിലാണ്. സസ്യങ്ങൾ ആദ്യമായി മുളച്ചതും കായ്ക്കനികൾ ഉണ്ടായതും മുഹറം 10 ദിനത്തിലാണ്. അതുപോലെ തന്നെ സ്വർഗം പടച്ചത് മുഹറം 10 ദിനത്തിലാണ്. അതുപോലെ തന്നെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചതും ആദം നബിയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചതും മുഹറം 10 ദിനത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവങ്ങളൊക്കെ അറിയാം. എന്നിട്ട് തൗബ സ്വീകരിച്ചത് മുഹറം 10 ദിനത്തിലാണ്. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂതി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടത് മുഹറം 10 ദിനത്തിലാണ്. ആ പ്രളയം ശമിച്ചതും പ്രളയത്തിന് ആക്കം വന്നതും എന്നിട്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ അത് നിന്നതും ഈ മുഹറം 10 ദിനത്തിലാണെന്ന്, നങ്കൂരമിട്ടത് മുഹറം 10 ദിനത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ സ്ഥാനം നൽകിയത് മുഹറം 10 ദിനത്തിലാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 40 വർഷമായിട്ട് കാഴ്ച ശക്തി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് 40 വർഷത്തിനു ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് മുഹറം 10 ദിനത്തിലാണ്. നിങ്ങൾക്കറിയാമല്ലോ ആ ചരിത്രം. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീഹി യഅതി ബസീറ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ നിന്ന് ഒരു കുപ്പായം കൊടുത്തയക്കുന്നുണ്ട്, ഖമീസ് കൊടുത്തയക്കുന്നുണ്ട്. എന്നിട്ട് അത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ മുകളിൽ മുഖത്തിട്ടപ്പോൾ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് മുഹറം 10 ദിനത്തിലാണ്. അതുപോലെ തന്നെ 12 വർഷത്തെ ജയിൽ വാസത്തിന് ശേഷം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് മോചിതനായത് മുഹറം 10 ദിനത്തിലാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 16 ലക്ഷത്തോളം വരുന്ന ഇസ്രായേലരും ചെങ്കടലിലൂടെ ഫിർഔനിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10 ദിനത്തിലാണ്. നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസൊക്കെ. ഹബീബായ തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ മദീനക്കാരായ ജൂതന്മാർ നോമ്പിലാണ്. അപ്പോൾ ജൂതന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പുകാരായിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മൂസാ പ്രവാചകൻ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ മുഹറം 10 ദിനത്തിലാണ്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞ ഹദീസ് നമുക്കറിയാം. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി നോമ്പെടുക്കും എന്ന് പറഞ്ഞ ഹദീസ് നാം മുമ്പേ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിലൂടെ 16 ലക്ഷത്തോളം വരുന്ന ഇസ്രായേലരും എന്തായി? രക്ഷപ്പെട്ടു. ഫിർഔൻ എന്തായി? ആ കടലിൽ, ചെങ്കടൽ മുങ്ങിച്ചെത്തതും ഈ മുഹറം 10 ദിനത്തിലാണ്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബിയെയും അനുയായികളെയും കടലിലൂടെ എന്തായി? അള്ളാഹു രക്ഷപ്പെടുത്തി. കടലിനെ പിളർത്തിക്കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി. وَأَغْرَقْنَا آلَ فِرْعَوْنَ ഫിർഔനെയും അനുയായികളെയും ഫിർഔനെയും കൂട്ടാളികളെയും എന്തായി? 6 ലക്ഷത്തോളം വരുന്ന പടയാളികളെയും ചെങ്കടൽ മുക്കി എന്തായി?
അവർ ചത്തുപോയി, അവരെ കൊലപ്പെടുത്തിയതും ഈ മുഹറം 10 ദിനത്തിലാണ്. വഅൻതും തൻദുറൂൻ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കി നിൽക്കേ എന്ന്. മൂസാ നബി അനുയായികൾ നോക്കി നിൽക്കേ എന്തായി? അവര് കടലിൽ മുങ്ങി ചാവുകയാണ് ഉണ്ടായത്. നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യം വിഴുങ്ങിയ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ മുഹറം 10 ദിനത്തിലാണ്. യൂനുസ് നബിയെ ജാഫ കടപ്പുറച്ച് കൊണ്ടുവന്ന് മത്സ്യം ഛർദ്ദിച്ചത് മുഹറം 10 ദിനത്തിലാണ്. ടെല്ലവീവിന്റെ ഭാഗമാണ്, ഇസ്രായേലിലെ ടെല്ലവീവിന്റെ ഭാഗമാണ് ജാഫ കടപ്പുറം. അവിടെ ഇന്നും മസ്ജിദ് യൂനുസ് എന്ന പേരിൽ ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും. അതും ഈ മുഹറം 10 ദിനത്തിലാണ്. അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിച്ച വലിയ പരീക്ഷണത്തിന് വിധേയനായ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ അയ്യൂബ് നബിക്ക് അസുഖത്തിൽ നിന്ന് മോചനമുണ്ടായ ദിനം ഈ മുഹറം 10 ദിനമാണ്. നിങ്ങൾക്കറിയാമല്ലോ അയ്യൂബ് നബിയുടെ ചരിത്രം. വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. തന്റെ മക്കൾ മരണപ്പെട്ടു, ആരുമില്ലാത്ത അവസ്ഥ, എല്ലാവരും ഉപേക്ഷിച്ചു, ഒന്നുമില്ല, സമ്പത്തെല്ലാം നശിച്ചുപോയി, മാരകമായ അസുഖം, എല്ലാവരും വെറുക്കുന്ന, അടുത്തു നിന്ന് പോകുന്ന അസുഖം വന്നു. ഭാര്യയായ റഹ്മത്ത് ബീവി മാത്രം മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു, നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ അയ്യൂബ് നബിയുടെ രോഗം ഷിഫയായത്, രോഗത്തിന് ശമനം ലഭിച്ചത് ഈ മുഹറം 10 ദിനത്തിലാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നിങ്ങൾക്കറിയാം. നമ്രൂദിന്റെ അഗ്നിയിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് ഈ മുഹറം 10 ദിനത്തിലാണ്. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷയും തണുപ്പുമായി തീ, കത്തിയാളുന്ന തീയിന്റെ അകത്തളത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തണുപ്പും രക്ഷയുമായ ഒരു പോറൽ പോലും ഏറ്റില്ല, ഒരു ചെറിയ പൊള്ളൽ പോലും ഏറ്റില്ല. അങ്ങനെ രക്ഷ നേടിയത് മുഹറം 10 ദിനത്തിലാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും ഉയർത്തപ്പെട്ടത്, ഈസാ നബി ഉയർത്തപ്പെട്ടതും ഈ മുഹറം 10 ദിനത്തിലാണ്. അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ ഖതലുഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഈസാ നബിയെ അത് അവർ കൊലപ്പെടുത്തുകയോ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല. ഈസാ നബി എന്തായി? ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. ആ ഉയർത്തിയത് ഈ മുഹറം 10 ദിനത്തിലാണ്. അപ്പൊ അതുപോലെ ഒരുപാട് രക്ഷകൾ ലഭിച്ച ദിനമാണ് മുഹറം 10 ദിനം. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമുക്ക്, മുസ്ലിമീങ്ങളായ നമുക്ക് വലിയ രക്ഷ ഈ മുഹറം 10 ദിനത്തിൽ ലഭിക്കും. ദുന്യവിയായ രക്ഷയും നാളെ ഉഖ്റവിയായ ആഖിറത്തിലുള്ള രക്ഷയും ലഭിക്കും. അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ഈ മുഹറം 10 ദിനത്തിൽ നാം സൽക്കർമ്മങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് വലിയ രക്ഷകൾ ലഭിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ വസഅ അലാ ഇയാലിഹി യൗമ ആശുറ, മുഹറം 10 ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്തു കൊടുത്താൽ വസഅ അല്ലാഹു അലൈഹി സാഇറ സനതിഹി, അവർക്ക് വർഷം മുഴുവൻ അള്ളാഹു വിശാലത ചെയ്ത് നൽകുമെന്ന്. അതായത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ മുഹറം 10 ദിനത്തിൽ നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുക, നല്ല അവർക്ക് വേണ്ട വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഈ വർഷം മുഴുവൻ അള്ളാഹു നമ്മുടെ കാര്യങ്ങളിലൊക്കെ വിശാലത ചെയ്യും. നമ്മുടെ ദാരിദ്ര്യം ഉണ്ടാവില്ല, പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായിട്ട് ചൊല്ലേണ്ട ഒരു ആയത്ത് എന്ന് പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മുഹറം 10 ദിനത്തിൽ 1000 തവണ ഈ ആയത്ത് ചൊല്ലിയാൽ, തൗബ സൂറത്തിൽ ഈ ആയത്ത് ചൊല്ലിയാൽ നമുക്ക് വലിയ മഹത്വം, ഈ വർഷം മുഴുവൻ കണ്ണേറേൽക്കുകയില്ല എന്നും ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആയത്ത്? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്നുള്ള ഈ ആയത്ത് ഞാൻ സ്ക്രീനിൽ നൽകാം. അത് കൃത്യമായിട്ട് അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ പാരായണം ചെയ്താൽ നമുക്ക് എന്താവും? വലിയ പ്രതിഫലം, കണക്കില്ലാത്ത പ്രതിഫലം ഈ ആയത്ത് പാരായണം ചെയ്ത് നമുക്ക് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ എന്ന് പറയുന്നത് നിഹായത്തു സൈനിൽ കാണാൻ സാധിക്കും. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നുള്ള ഈ ദിക്ർ 70 തവണ ചൊല്ലിയാൽ വലിയ പ്രതിഫലം നമുക്കുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രാർത്ഥനയുമുണ്ട്. ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ നൽകാം. ഇൻഷാ അല്ലാഹ് അതുകൂടെ പാരായണം ചെയ്യുക. വലിയ പുണ്യം, വലിയ മഹത്വം നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം 10 ദിനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.